7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയും NDAയും തമ്മിൽ സംസ്ഥാനങ്ങളിലുള്ള ആദ്യ പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏറെ വാശിയേറിയതായിരുന്നു. അതിന് ശേഷമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം, NDA എന്നിങ്ങനെ രണ്ട് മുന്നണികൾ ചേരിതിരിഞ്ഞുകൊണ്ടുള്ള അത്യന്തം വാശിയേറിയ ഉപതിരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനങ്ങളിൽ ഇന്ന് നടക്കുന്നത്. 7 സംസ്ഥാനങ്ങളിലായി 13 മണ്ഡലങ്ങളിലാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പല മണ്ഡലങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിന് വേണ്ടി രാജിവെച്ചത് അവ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യന്തം വാശിയേറിയ അഭിമാന പോരാട്ടമായാണ് ഇരു മുന്നണികളും ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ കാണുന്നത്. ഏറ്റവും നിർണായകവും രാജ്യം ഉറ്റുനോക്കുന്നതും ഹിമാചൽ പ്രദേശിലെ 3 മണ്ഡലങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ഡെഹ്റ, ഹാമിർപൂർ, നാലാഗഡ് എന്നീ 3 മണ്ഡലങ്ങൾ. അത് നേരത്തെ ഹിമാചലിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ 3 സ്വതന്ത്രർ അവർ BJPയിലേക്ക് പോയ ഘട്ടത്തിൽ ആണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് അവസരം ഒരുങ്ങിയത്. ഈ മണ്ഡലങ്ങളിലെ പ്രചരണത്തിന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ നേരിട്ട് തന്നെയാണ് നേതൃത്വം വഹിച്ചത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാര്യ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുഖ്വീർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് ഠാക്കൂർ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ 4 മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പശ്ചിമ ബംഗാളിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ബംഗാളിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടക്കമുണ്ടായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മംഗ്ലോർ എന്നീ 2 സീറ്റുകളിലും ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നുണ്ട്. ഇത് കൂടാതെ തമിഴ്നാട്, ബീഹാർ, ഹിമാചൽ കൂടാതെ മധ്യപ്രദേശ്, ബീഹാർ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ജലന്ധർ, പഞ്ചാബിലെ ജലന്ധർ സീറ്റ് ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അവിടെ നിന്നും കോൺഗ്രസ് വിജയിച്ച ഒരു മണ്ഡലം. അവിടെ BJP ഒപ്പം തന്നെ ശിരോമണി അകാലിദളും തമ്മിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലും അവസരമൊരുങ്ങുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 8 മണിക്ക് പോളിംഗ് ആരംഭിക്കും. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി.